സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്ന പ്രൊഡക്ടിവിറ്റി എങ്ങനെ മാക്സ് ഔട്ട് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡെയിലി 24 അവറിൽ എന്താണെങ്കിലും 8 മണിക്കൂർ ഉറങ്ങും. അത് പോട്ടെ, അങ്ങോട്ട് മിച്ചമുള്ള അവറിൽ നിങ്ങൾ ഒരു സ്പെസിഫിക് ടൈം സെറ്റ് ചെയ്യും. ഇപ്പോൾ 8 to 9. അപ്പോൾ എന്തൊക്കെ പറ്റിയാലും 8 തൊട്ട് 9 വരെ നിങ്ങൾ ആ ഒരു വർക്ക് ചെയ്യണം. ഏറ്റവും നല്ലൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു വർക്ക് ബ്ലോക്ക് നിങ്ങൾ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യാൻ നോക്കുക. കാരണം രാവിലത്തെ ആ ഒരു അവറുണ്ട്, എണീറ്റ് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു 4 അവർ നിങ്ങളൊരു വീഡിയോ ഗെയിമിലൊക്കെ ഇല്ലേ ബഫ് ഉള്ളതാണൊക്കെ, സൂപ്പർ ബഫ് ഉള്ളതാണൊക്കെ ഇരിക്കുന്നത്. അപ്പോഴത്തെ നിങ്ങളുടെ ഫോക്കസ് ബാക്കിയുള്ള ഡേ കണക്ക് ഡൂം സ്ക്രോളൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്നതിനെക്കാട്ടി കൂടുതലായിരിക്കും. സോ നിങ്ങളുടെ പെർഫോമൻസ് നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വർക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാൻ നോക്കുക. എണീറ്റ് ഉടനെ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇത് നേരത്തെ എണീറ്റിട്ട് അപ്പം തന്നെ നിങ്ങളുടെ വർക്ക് ബ്ലോക്ക് തീർക്കാൻ നോക്കുക. ഈറ്റ് ദ ഫ്രോഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്ത് നിങ്ങളുടെ പാത്രത്തിൽ ഒരു തവളമാണ്. ഈ തവള നിങ്ങൾക്ക് ഒന്നെങ്കിൽ അവസാനം കഴിയുക, ഇല്ലെങ്കിൽ ആദ്യം കഴിച്ചിട്ട് നിങ്ങളുടെ ഫുഡ് ബാക്കി എൻജോയ് ചെയ്യാം. അപ്പോൾ ഇത് ഓപ്റ്റിമൽ ആയിട്ടുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ കഴിക്കാണ്ട് ബാക്കി നല്ലൊരു ഫുഡ് കഴിക്കാൻ നേരത്ത് അതിൻ്റെ കാര്യം നിങ്ങൾക്ക് ബാക്കി ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫുഡ് കഴിക്കുമ്പം ആ തവളെ കഴിക്കണമല്ലോ എന്ന് ഓർത്ത് ആ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിലുള്ള കോൺസെപ്റ്റ്. നിങ്ങളുടെ ഏറ്റവും പാടുള്ള വർക്ക് ബ്ലോക്ക് ഫസ്റ്റ് തന്നെ ചെയ്ത് മാറ്റുക. അപ്പം നിങ്ങൾക്ക് ബാക്കിയുള്ള ഡേ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നുള്ളൊരു പോയിന്റ് എന്ന് വെച്ചാൽ ട്രീറ്റ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ബ്ലോക്ക് കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം വല്ല സിനിമ കാണണോ, അങ്ങനെ എവിടെയെങ്കിലും കറങ്ങാൻ പോകണോ എന്നൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ വർക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ വർക്ക് ചെയ്യാണ്ട് നിങ്ങൾ വർക്ക് ചെയ്തല്ലോ എന്നൊരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ഗിൽറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ സിനിമ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ടാസ്ക് ആണെന്ന് വെച്ചാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും.